ഹായ് ഫ്രണ്ട്സ്, 28 ഡേയ്സ് മാജിക് പ്രാക്ടീസിലെ ഡേ 17 ആണ് ഇന്ന് നമ്മളുടെ പ്രാക്ടീസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലുള്ള ഭയത്തെ നമുക്ക് എങ്ങനെ നേരിടാമെന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളെല്ലാവരും ഡേ 16 വരെയുള്ള പ്രാക്ടീസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും മുടങ്ങാതെ പ്രാക്ടീസ് ചെയ്യുക, എന്നാലേ നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് എത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മുടെ എല്ലാവരും മനുഷ്യരായി പിറന്ന എല്ലാവരുടെയും മനസ്സിൽ ഭയം ഇല്ലാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. എല്ലാവരുടെ മനസ്സിലുണ്ടാവും ഭയം. എൻ്റെ മനസ്സിലും നിങ്ങളുടെ മനസ്സിലും എല്ലാവരുടെ മനസ്സിലും ഭയം ഉണ്ടാവും. ശരിക്കും ഒരു മനുഷ്യൻ്റെ മനസ്സിൽ 2 ഭയം മാത്രമാണ് ഉണ്ടാവുക. 2 ഭയങ്ങളാണ് ഉണ്ടാവുക. അതായത് ഒന്ന് വീഴും എന്നുള്ള ഭയവും ഒന്ന് ശബ്ദം കേട്ടിട്ടുള്ള ഭയവും. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനുണ്ടായിരിക്കുന്ന ഭയം. ബാക്കിയെല്ലാം നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഓരോ കാര്യങ്ങൾ ഫീഡ് ചെയ്ത് നമ്മൾ സൃഷ്ടിക്കുന്ന ഓരോരോ കാര്യങ്ങളാണ് പിന്നെയൊക്കെ ഉണ്ടാവുന്ന ഭയങ്ങൾ. അപ്പോൾ അതിനെ മറികടക്കാൻ നമ്മൾ മാത്രം വിചാരിച്ചാലേ നടക്കുകയുള്ളൂ. നമ്മൾക്ക് മാത്രമേ നമ്മളുടെ മനസ്സിലുള്ള ഭയത്തെ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. ഈ ഒരു ഭയം നമ്മളുടെ ഉള്ളിൽ എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ ചെറുപ്പകാലത്ത് നമ്മളുടെ മനസ്സിൽ എത്തിപ്പെട്ട ഓരോ ചിന്തകളാണ് പിന്നീടുള്ള ജീവിതത്തിൽ നമുക്ക് ഓരോ കാര്യങ്ങൾക്കുള്ള ഭയമായിട്ട് രൂപാന്തരപ്പെടുന്നത്. അതായത് നമ്മൾ ചെറുപ്പത്തിൽ നമ്മളെ മാതാപിതാക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ അധ്യാപകരിൽ നിന്നോ ഇവരിൽ ആരിൽ നിന്നോ നമ്മളുടെ മനസ്സിൽ എത്തിപ്പെട്ട ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഭയങ്ങളാണ് പിന്നീട് നമുക്ക് അത് ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഇതിങ്ങനെ ചെയ്താൽ എനിക്ക് പറ്റുമോ, എനിക്കത് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ള ഭയങ്ങളൊക്കെ നമുക്കുണ്ടാവുന്നത് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മളുടെ മനസ്സിൽ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുത്തിട്ട് അതവിടെ നമ്മളെ ഉള്ളിൽ തന്നെ ഉണ്ട് ആ ഒരു ഭയം. അതുകൊണ്ടാണ് നമ്മൾ ഇനി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് എന്തായിട്ട് മാറുന്നത്, ഒരു ഉള്ളിൽ എന്തിനും ഇറങ്ങാനുള്ള ഒരു ഭയം. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമ്മളെ മനസ്സിൽ ആദ്യം വരും എന്താ, അയ്യോ അതിപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സക്സസ് ആവുമോ, ഞാൻ പരാജയപ്പെടുമോ, അത് റെഡിയാണോ, ഞാൻ ഇറങ്ങുന്ന കാര്യം ശരിയാണോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാവും. നേരെ മറിച്ച് നമ്മൾ ഇങ്ങനെ ഒരിക്കലും ചിന്തിക്കില്ല, ഞാനിത് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും വിജയിച്ചിരിക്കും, ഞാനതിൽ 100% വിജയിയായിരിക്കും എന്ന രീതിയിൽ ഒരിക്കലും നമ്മളെ മനസ്സിൽ ഒരു ചിന്ത വരികയില്ല. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മറികടക്കാൻ നമുക്ക് ഈ ഒരു വിദ്യ പ്രയോഗിച്ച് നോക്കാം. അപ്പോൾ ആ ഒരു വിദ്യ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി ചിന്തിക്കുകയാണ്, ആ പഠിക്കുന്ന ഭാഗങ്ങൾ എനിക്ക് പരീക്ഷയിൽ എനിക്ക് എഴുതാൻ സാധിക്കുമോ, ആ ഒരു സമയത്ത് എനിക്ക് അത് ഓർമ്മ വരുമോ, എനിക്ക് കിട്ടുമോ, ഞാൻ പരീക്ഷയ്ക്ക് പാസ്സാവുമോ, ഞാൻ തോറ്റുപോകുമോ എന്ന രീതിയിലാണ് ആ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിന്തിക്കുന്നത്. എന്നാൽ 100% ഉറപ്പിച്ചോളൂ ആ കുട്ടി ആ പരീക്ഷയിൽ ഫെയിലായിരിക്കും. നേരെ മറിച്ച് ഒരു കുട്ടി അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടി ആ പരീക്ഷ എഴുതുന്നതും ആ കുട്ടി പഠിക്കുന്ന കാര്യങ്ങളെല്ലാം പരീക്ഷയിൽ ഈസിയായി പകർത്തുന്നതും ആ കുട്ടി ജയിച്ച് ആ കുട്ടി ആ സ്കൂളിലെ ടോപ്പറാവുന്നതും അധ്യാപകരും വിദ്യാർത്ഥികളും സഹപാഠികളും എല്ലാവരും ആ കുട്ടിയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് ട്രോഫി കൊടുക്കുന്നത്, ഈ രീതിയിലാണ് ആ കുട്ടിയുടെ ചിന്ത പോകുന്നത് വെച്ചാൽ കുട്ടി 100% എന്തായിരിക്കും, വിജയിച്ചിരിക്കും. അതാണ് നമ്മളുടെ ഭയത്തോടു കൂടിയുള്ള ചിന്ത. നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുത്തിട്ട് അതാണ് നമ്മളെ ലൈഫിൽ അത് പ്രാവർത്തികമാക്കുക. അപ്പോൾ വേറൊരു ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ വെള്ളത്തിൽ ഇറങ്ങാൻ പേടിയുള്ള ഒരാളാണെങ്കിൽ, വെള്ളത്തെ ഭയമുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ആ വെള്ളത്തിൽ ഇറങ്ങാനും അതിൽ ചാടി കളിക്കാനും നീന്താനും ഒക്കെ അയാൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. എങ്കിലും അയാൾക്ക് വെള്ളത്തെ പേടിയാണ്. അതെന്താ, ഞാൻ പറഞ്ഞ പോലെ ചെറുപ്പകാലത്ത് അയാൾക്കുണ്ടായ എന്തെങ്കിലും അനുഭവമായിരിക്കും അയാൾക്ക് ആ പേടി വരാൻ കാരണം. അപ്പോഴെന്താ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആ ജലത്തിൽ നീന്തുന്നതായിട്ടും നമ്മൾ മുങ്ങി കളിക്കുന്നതായിട്ടും ചാടുന്നതായിട്ടും നീന്തുന്നതായിട്ടും ഇതൊക്കെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. ഈ വിഷ്വലൈസ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ ലൈഫിൽ അത് സക്സസ് ആയിട്ടേ ഉള്ളൂ. പിന്നെ ഒരു 10 ദിവസം അയാൾ ഒരു മന്ത്രം പോലെ ഉരുവിടുകയാണെങ്കിൽ എന്താ, അടുത്ത ദിവസം അയാൾക്ക് വെള്ളത്തെ പേടി ഉണ്ടാവില്ല, അയാൾ നന്നായിട്ട് നീന്താൻ പഠിക്കും, അയാൾ വെള്ളത്തിൽ ചാടാൻ പഠിക്കും, ഒക്കെ ചെയ്യും. അപ്പം നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി എന്ന റോണ്ട ബേണിൻ്റെ ഒരു ബുക്കുണ്ട്. ആ ബുക്കിൽ ഒരുപാട് ഉദാഹരണങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ന്യൂയോർക്കിലെ ഒരു ധനികനായ ഒരു വ്യക്തി,
ആ വ്യക്തി വളരെ ധനികനായ ഒരു വ്യക്തിയാണ്. പക്ഷേ അയാൾക്കൊരു ഭയമാണ് എപ്പോഴും. അയാൾക്ക് ഭയങ്കര ബിസിനസ്മാനാണ്, നല്ല. അപ്പോൾ അയാൾക്ക് എപ്പോഴും മനസ്സിലും എപ്പോഴൊരു ഭയമാണ്, എൻ്റെ ബിസിനസ് തകർന്നു പോകുമോ, ഞാൻ പാപ്പരാവും, എൻ്റെ ബിസിനസ്സിന് സാമ്പത്തിക മാന്ദ്യം വരും, അങ്ങനെയെല്ലാം സംഭവിക്കും. ഈ ഒരു രീതിയിൽ അയാൾ എപ്പോഴും തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാളെ വൈഫിനോടും പറയും, നമ്മുടെ ബിസിനസ് തകരാൻ ചാൻസ് ഉണ്ട്, നമുക്ക് ഇങ്ങനെ സാമ്പത്തിക മാന്ദ്യം വരും, നമ്മൾ പാപ്പരാവും. ഈ രീതിയിൽ വൈഫിനോട് അയാൾ സംസാരിക്കുമായിരുന്നു. എന്നിട്ടെന്താ, കുറേ വർഷങ്ങൾക്ക് ശേഷം അയാളെ മൈൻഡിൽ അയാൾ എന്ത് പറഞ്ഞോ അതന്നെ അയാളെ ലൈഫിൽ സംഭവിച്ചു. അയാൾ ബിസിനസ് തകർന്നു തരിപ്പണമായി, അയാൾ പാപ്പരായി. ഇതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് ഒരു മന്ത്രം പോലെ അത് ഏറ്റെടുത്തിട്ട് അതാണ് നമ്മുടെ ലൈഫിൽ. ഇവർക്ക് ഇതാണ് ആകർഷിക്കേണ്ടത്, ഇതാണ് ഇവരുടെ ലൈഫിൽ കൊണ്ടുവരേണ്ടത്, ഇതാണ് ഇവർക്ക് സന്തോഷമുള്ളത് എന്ന രീതിയിലാണ് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുക്കുക. നിങ്ങൾ എന്തിനും പുറപ്പെടുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യാൻ പുറപ്പെടുന്നോ അതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും നെഗറ്റീവ് ചിന്തകളാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റാണ് നിങ്ങളൊരു മന്ത്രം പോലെ ഒരു വിടേണ്ടത്. നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ നിങ്ങളെ മൈൻഡിലേക്ക് വരുന്ന, ഞാൻ ഇത്രയും ക്യാഷൊക്കെ മുടക്കിയിട്ട് എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ, ഇതെനിക്ക് വിജയിപ്പിക്കാൻ കഴിയുമോ, ഇതിൽ എനിക്ക് നഷ്ടം വരുമോ ലാഭം വരൂലേ, എനിക്കത് എൻ്റെ ബിസിനസ്സിനെ വളർത്തിയെടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ആ ബിസിനസ്സിൽ ഫെയിലിയറായിട്ടിരിക്കും. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമ്മൾ എന്താണ് ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എൻ്റെ മനസ്സിൽ ആദ്യം വരേണ്ടത് എന്താ, ഞാൻ ഈ ബിസിനസ്സിൽ സക്സസ് മാനായിട്ടിരിക്കും, ഞാൻ ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കുന്നതായിട്ടും, ഞാൻ അതുപോലെ ബിസിനസ്സിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായി മാറിയിട്ടും, എൻ്റെ ബിസിനസ്സിൻ്റെ ഓരോരോ ബ്രാഞ്ച് ഞാൻ തുടങ്ങുന്നതായിട്ടും, അങ്ങനെ വലിയ വലിയ ആ ഒരു ബിസിനസ് മുഖേന ഞാൻ കാറ് വാങ്ങുന്നു, പ്ലോട്ട് വാങ്ങുന്നു, വീട് വാങ്ങുന്നു, ഈ ഒരു രീതിയിൽ നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ നമ്മളെ ബിസിനസ് അതുപോലെ തന്നെ വളരെ ഉയരത്തിലെത്തിയിരിക്കും. നേരെ മറിച്ച് നമ്മൾ എന്താ നെഗറ്റീവാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ തുടങ്ങുന്ന ബിസിനസ് എപ്പോഴും എന്താ പറയുക, പൊട്ടിപ്പോവാൻ, ഫെയിലിയർ ആവാനുള്ള ചാൻസാണ് മുന്നിലുള്ളത്. അപ്പോൾ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങൾ എന്താണോ നിങ്ങൾ മനസ്സിൽ നെഗറ്റീവായി ചിന്തിക്കുന്നത്, അതിപ്പോൾ നമുക്കൊരു അസുഖം, അതായത് ഇപ്പോൾ കോവിഡ് പോലുള്ള അസുഖം, ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ കോവിഡ് വന്ന സമയത്ത് നമ്മൾക്ക് എന്തായിരുന്നു, നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലെന്താ, ഭയമാണ് ഉണ്ടായിരുന്നത്. അയ്യോ, ഒരാൾക്കിപ്പോൾ കോവിഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളറിയാതെ അയാളെ അടുത്തു കൂടെ പോയിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് മനസ്സിലെന്താ, ഈശ്വരാ എനിക്കും ഈ കോവിഡ് ഉണ്ടാവുമല്ലോ, ഞാൻ അടുത്തു കൂടെ പോയല്ലോ, ഈ ഒരു രീതിയിൽ എങ്ങനെ എപ്പോഴും നമ്മുടെ ഉള്ളിലൊരു ഭയമായിരിക്കും. അതെല്ലാവരും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാവും. ഇപ്പം നിങ്ങളായാലും ഞാനായാലും കോവിഡിൻ്റെ ആ ഒരു സമയത്ത് നമ്മളിത് ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടാവും. ആ ഒരു ചിന്ത എപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്ന വ്യക്തികൾക്ക് ആ കോവിഡ് വന്നിട്ടുമുണ്ടാവും, ഉറപ്പായിട്ട് വന്നിട്ടുണ്ടാവും. നേരെ മറിച്ചിട്ട് അതൊന്നും എന്നെ ബാധിക്കില്ല, എനിക്ക് അങ്ങനെയൊന്നും ഒരു അസുഖമേ വരില്ല, ഞാൻ എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു കോവിഡ് എന്നല്ല ഒരു രോഗവും നമ്മളെ ആക്രമിക്കില്ല, നമ്മളെ ശരീരത്തിൽ വരില്ല. അപ്പോൾ അതാണ് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ, യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരിക്കലും ചിന്തിക്കുന്നതിനപ്പുറമാണ്. നമ്മൾ എന്ത് പോസിറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുന്നോ അത് എന്താ പറയുക, ഒരു കടൽ പോലെ നമ്മളടുത്തേക്ക് അത് ആകർഷിച്ചു കൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ എപ്പോഴും നമ്മളെ ചിന്തകൾക്ക് അതീതമായിട്ട് ചിന്തകളെ വളരെ ശ്രദ്ധിച്ച് ആ രീതിയിലാണ് നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകുന്നതെന്നാൽ ഉറപ്പായിട്ടും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എന്താ, നിങ്ങളെല്ലാവരും ഒരു സക്സസ് ജേണിയിൽ വരുന്നുള്ള കാര്യം ഉറപ്പാണ്. ജീവിതത്തെ നിങ്ങൾ വിജയിച്ചിരിക്കും, ഭയത്തെ മറികടക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ, നിങ്ങൾ വിജയിച്ചിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. എല്ലാവരും ഡേ 17 മുടങ്ങാതെ പ്രാക്ടീസ് ചെയ്യുക. നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിക്കട്ടെ. നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നത്. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിനൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഈ ഡേ 17 പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ഭയത്തെ ഇല്ലാതാക്കിയിട്ട് നമ്മളുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു, ലവ് യു.